ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മൾക്ക് നമ്മുടെ കിച്ചൺ എപ്പോഴും ക്ലീൻ ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ഹാബിറ്റ്സ് ഓർ ടിപ്സ് അല്ലെങ്കിൽ ട്രിക്സ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമുക്ക് അധികം സമയം കളയാതെ തന്നെ എന്തൊക്കെയാണ് ഈ ഹാബിറ്റ്സ് ഓർ ടിപ്സ് എന്ന് കണ്ടിട്ട് വരാം. അതിൽ ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ എപ്പോഴും പാത്രം കഴുകുന്ന ആ ഒരു സിങ്കിൻ്റെ അടുത്തായിട്ട് നമുക്ക് അതിൽ പാത്രം കഴുകി വെക്കാൻ വേണ്ടിയിട്ട് ഒരു ബേസിൻ വെക്കാം. അതെപ്പോഴും താഴെ കുറച്ച് ഹോളുള്ള അല്ലെങ്കിൽ സ്പേസ് ഉള്ള ബേസിനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ട്രേയോ വെക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെയാകുമ്പോഴത്തേക്കിനും നമ്മൾ ഈ സിങ്കിൽ നിന്ന് പാത്രം കഴുകി അതിലേക്ക് വെക്കുമ്പോഴത്തേക്കിനും ആ വെള്ളം അതുവഴി ഊർന്ന് ഈ സിങ്കിലേക്ക് പോയിക്കോളും. അതിനുശേഷം നമുക്കിതിനെ ഡ്രൈ ആയതിനു ശേഷം കിച്ചൺ കബോർഡിലേക്കൊക്കെ എടുത്ത് വെക്കാനായിട്ട് പറ്റും. അടുത്ത ഒരു ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ ഈ ഇടയ്ക്കൊക്കെ തന്നെ ഈ കുക്കറിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വെയിറ്റ് അത് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്ത് ക്ലീൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അത് റിമൂവ് ചെയ്യാനായിട്ട് അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. ജസ്റ്റ് അതിൻ്റെ മുകളിൽ നിന്ന് തിരിച്ചു കഴിഞ്ഞാൽ തന്നെ അത് ഊരി 2-3 പീസായിട്ടൊക്കെ കിട്ടും. കാരണം പലപ്പോഴും നമ്മൾ ഈ ഫുഡൊക്കെ കുക്ക് ചെയ്യുമ്പോഴത്തേക്കിനും പ്രത്യേകിച്ച് ചെറിയ അരിയോ പയറോ പരിപ്പൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കയറി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് അവിടെ തന്നെ ഇരുന്ന് അടിഞ്ഞു കൂടുവാണെങ്കിൽ അത് നമ്മളുടെ കുക്കർ പ്രോപ്പറായിട്ട് പ്രവർത്തിക്കാതിരിക്കാനുള്ള ഒരു കാരണമാണ്. അപ്പം ഇത് നമ്മൾ ഇടയ്ക്കൊക്കെ ആയിട്ട് നമുക്ക് ഒരു 2-3 പീസായിട്ട് ഇതിനെ ശരിക്കും നമുക്ക് മുഴുവനായിട്ട് ഊരിയെടുക്കാനായിട്ട് പറ്റും. എന്നിട്ട് അത് ക്ലീൻ ചെയ്തതിന് ശേഷം വെള്ളം ഒഴിക്കുമ്പോഴത്തേക്കിനും കാണാനായിട്ട് പറ്റും. നല്ല സുഖമായിട്ട് വെള്ളം അതിൻ്റെ ഉള്ളിൽ കൂടി പുറത്തു പോകുന്നുണ്ടാവും. അതിൻ്റെ അർത്ഥം അതിലിനി ഫുഡ് പാർട്ടിക്കിൾസ് ഒന്നും ഇല്ല എന്നാണ്. അപ്പം ഈ ഒരു രീതിയിലും കൂടി ക്ലീൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ. അടുത്തൊരു ഹാബിറ്റ് എന്ന് പറയുന്നത്, നമ്മളിപ്പം ഉപയോഗിച്ചതിന് ശേഷം ഉള്ള പല എക്യുപ്മെൻറ്റ്സും അതിന് നമുക്ക് തിരിച്ച് അതിൻ്റേതായിട്ടുള്ള ഒരു സ്ഥലത്ത് കബോർഡിനുള്ളിൽ വെക്കാനായിട്ട് പറ്റുവാണെങ്കിൽ നമ്മളുടെ കിച്ചൺ കൗണ്ടർ ടോപ്പ് എപ്പോഴും കുറച്ച് സ്പേസ് ഉള്ള രീതിയിൽ നമുക്ക് തോന്നും. അതേസമയം എല്ലാ എക്യുപ്മെൻറ്റ്സും കൗണ്ടർ ടോപ്പിൽ തന്നെ വെക്കുവാണെങ്കിൽ കുറച്ചും കൂടി ക്ലട്ടേർഡായിട്ട് കിടക്കുന്നതായിട്ട് തോന്നും. അതിപ്പോൾ എക്യുപ്മെൻറ്റ്സ് മാത്രമല്ല, നമ്മൾ അല്ലാതെ തന്നെ കിച്ചണിൽ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന സാധനങ്ങളുണ്ടല്ലോ, അതെല്ലാം എടുത്തതിന് ശേഷം അപ്പോൾ തന്നെ തിരിച്ച് അതിൻ്റെ കറക്റ്റ് സ്ഥലത്തേക്ക് വെക്കുവാണെങ്കിൽ നമ്മൾ കുക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും വെക്കാൻ വേണ്ടിയിട്ട് കുറേ സമയം സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾക്ക് എന്തായാലും കിച്ചണിലൊരു വേസ്റ്റ് ബാസ്ക്കറ്റ് ഉണ്ടാവും. അപ്പോൾ ആ വേസ്റ്റ് ബാസ്ക്കറ്റ് വെച്ചേക്കുന്നത് താഴെ എവിടെയെങ്കിലും ആണെങ്കിൽ നമ്മൾ ഈ സിങ്കിലൊക്കെ വാഷ് ചെയ്തതിന് ശേഷം വരുന്ന വേസ്റ്റ് പാർട്ടിക്കിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഈ താഴത്തെ വേസ്റ്റ് ബിന്നിലേക്ക് വരെ എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് താഴേക്ക് അതിൻ്റെ വെള്ളവും അഴുക്കും ഒക്കെ വീഴാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളുടെ ഈ ഒരു സിങ്കിൻ്റെ അടുത്ത് തന്നെ സ്പേസ് ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്നത്, അവിടെ നമുക്കൊരു ചെറിയൊരു ബോക്സോ ഡസ്റ്റ്ബിനോ അവിടെ വെച്ചു കൊടുക്കാം. എന്നിട്ട് ഫുഡ് ഐറ്റംസിൻ്റെ വേസ്റ്റ് മാത്രം അതിലേക്ക് ഇടുന്ന രീതിയിൽ. പിന്നെ അതേപോലെ തന്നെ ഇപ്പം കമ്പോസ്റ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടെങ്കിലും ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം കമ്പോസ്റ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്കിനും ഈ വെജിറ്റബിൾസിൻ്റെയോ ഫ്രൂട്ട്സിൻ്റെയോ ഒക്കെ ഒരു സ്കിന്നായിരിക്കുമല്ലോ കൂടുതലായിട്ടും ഇടുന്നത്. അപ്പം അങ്ങനെയുള്ള സംഭവങ്ങൾ മാത്രം ഇതിനകത്തേക്ക് സെപ്പറേറ്റ് ആയിട്ട് കളക്ട് ചെയ്യാനായിട്ട് പറ്റും. ഫോളോ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ഹാബിറ്റ് എന്ന് പറയുന്നത്, നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സ്പൂൺസും അതേപോലെ തവിയും അല്ലെങ്കിൽ ചട്ടകവും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തന്നെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പേസ് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഞാൻ വെച്ചിട്ടുള്ളത് അധികം ഉപയോഗമൊന്നും ഉണ്ടായിരുന്നില്ലാത്ത ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പം ഈ കുക്ക് ചെയ്യുന്ന സമയത്ത് വരുന്ന എല്ലാ സ്പൂണാണെങ്കിലും അല്ലെങ്കിൽ സ്പാച്ചുല ആണെങ്കിലും ഇനി വലിയ തവിയാണെങ്കിലും ഒക്കെ ഈ ഒരു ചട്ടിക്കകത്തേക്ക് വെക്കുക. എന്നിട്ട് നമ്മൾക്ക് എല്ലാ കുക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ട് വാഷ് ചെയ്യുന്ന സമയത്ത് മാത്രം നമ്മൾ ഈ ചട്ടി വാഷ് ചെയ്താലും മതി. അതല്ലാതെ നമ്മൾ ഈ ടൈലിൻ്റെ മുകളിലായിട്ട് വെക്കുമ്പോഴത്തേക്കിനും ആ സ്പൂണിൽ നിന്നൊക്കെ വരുന്ന കറിയും സാധനങ്ങളും ഒക്കെ ആ ടൈലിൽ വീണിട്ട് കുക്കിംഗ് കഴിയുമ്പോൾ പിന്നെ അവിടെയും ക്ലീൻ ചെയ്യാനായിട്ട് നടക്കണമല്ലോ. ഇനി നമ്മളുടെ ഈ ഒരു ഡെയിലി യൂസിന് വേണ്ടിയിട്ട് നമ്മളുടെ കൗണ്ടർ ടോപ്പും അതേപോലെ തന്നെ ഗ്യാസ് സ്റ്റൗവിൻ്റെ ഏരിയയും ഒക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് ഹാർഷ് കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്യണമെന്നില്ല. നമുക്ക് വീട്ടിൽ തന്നെ വളരെ ലൈറ്റായിട്ടുള്ള ലിക്വിഡ് ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ലിക്വിഡ് ഉണ്ടാക്കുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് നമ്മളുടെ ഡിഷ് വാഷ് ലിക്വിഡ് ഉണ്ടല്ലോ, അത് കുറച്ച് ഒരു സ്പ്രേ ബോട്ടിൽ എടുത്തിട്ട് അതിനകത്തേക്ക് കുറച്ച് വെള്ളവും കൂടെ എടുത്ത് ഡൈല്യൂട്ട് ചെയ്തിട്ട് അതിനെ ഉപയോഗിച്ചിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാം. അതേപോലെ തന്നെ മറ്റൊരു
സ്പ്രേ ബോട്ടിലിൽ കുറച്ച് ഡെറ്റോൾ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഡൈല്യൂട്ട് ചെയ്ത് അതും എടുക്കാം. അപ്പോൾ നമ്മൾ ഈ നല്ലതുപോലെ എന്തെങ്കിലുമൊക്കെ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഈ ഡിഷ് വാഷ് ലിക്വിഡിനെ ഡൈല്യൂട്ട് ചെയ്ത് ആ ഒരു സൊല്യൂഷൻ ഉപയോഗിക്കാം. ഇനി നിങ്ങൾ നൈറ്റ് ടൈം ഒക്കെ ക്ലീൻ ചെയ്യുന്നവരാണെങ്കിൽ ആ ഒരു സമയത്ത് ഡെറ്റോളിൻ്റെ ആ ഒരു ഡൈല്യൂട്ട് ആയിട്ടുള്ള സൊല്യൂഷൻ ഉപയോഗിക്കാം കേട്ടോ. അങ്ങനെ ആകുമ്പോഴത്തേക്കിനും രാത്രി എന്തെങ്കിലും പ്രാണികളും ഈച്ചകളും ഒക്കെ വരുന്നുണ്ടെങ്കിൽ അതിനെ ഒരു പരിധിവരെയൊക്കെ പ്രിവെൻറ്റ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് അത് സഹായിക്കും. ഈ ഒരു ഡെറ്റോൾ സൊല്യൂഷൻ തന്നെ ഇട്ടിട്ട് നമുക്ക് കൗണ്ടർ ടോപ്പ് അല്ലാതെയും ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഒരു നല്ലൊരു ഡെറ്റോളിൻ്റെ ഒരു സ്മെല്ലും ഒക്കെ കിട്ടുമല്ലോ. അടുത്ത ഒരു ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ വീട്ടിൽ മിക്കപ്പോഴും ഈ ചെറുനാരങ്ങ അല്ലെങ്കിൽ നാരങ്ങ വെള്ളമൊക്കെ ഉണ്ടാക്കാറുണ്ട്, അല്ലെങ്കിൽ പല ആവശ്യങ്ങൾക്ക് നാരങ്ങ ഉപയോഗിക്കാറുണ്ട്. അപ്പം അതിൻ്റെ ആ ഒരു തൊണ്ട് മെച്ചം വന്നത് നമ്മൾ അത് ആദ്യം നേരെ തന്നെ വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് ഇടുന്നതിന് പകരമായിട്ട് നമ്മൾക്ക് ആ ഒരു ടൈമിൽ അതിൻ്റെ ഒരു തൊണ്ട് കൊണ്ട് നമ്മളുടെ ഈ ഒരു സിങ്ക് ഉണ്ടല്ലോ, പാത്രം കഴുകുന്ന സിങ്ക് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ കുറേയൊക്കെ അഴുക്കും അതേപോലെ തന്നെ എണ്ണയൊക്കെ പിടിച്ചിരിപ്പുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോവാൻ വേണ്ടിയിട്ട് ഈ നാരങ്ങയുടെ തൊണ്ട് സഹായിക്കും. അതേപോലെ തന്നെ ഒരു ഷൈനിങ് കിട്ടാനും ഹെൽപ്ഫുൾ ആയിരിക്കും. സിങ്കിൽ എപ്പോഴും നമ്മൾ ഈ പാത്രമൊക്കെ വാഷ് ചെയ്യുമ്പോഴത്തേക്കിനും പലതരത്തിലുള്ള എണ്ണയൊക്കെ ഇങ്ങനെ പിടിച്ചിരിക്കുമല്ലോ, അപ്പം അതിനെയൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ടും ഒരു ഷൈനിങ്ങിനും ആണ് ഇത് ഹെൽപ്ഫുൾ ആകുന്നത്. അപ്പം ഇതിന് വേണ്ടിയിട്ട് തന്നെ എടുത്ത് നമ്മൾ നാരങ്ങ കട്ട് ചെയ്യണമെന്നില്ല. പലപ്പോഴും നാരങ്ങയുടെ തൊണ്ട് നമ്മളുടെ വീട്ടിൽ വരാറുണ്ട്. അപ്പോൾ അത് കളയുന്നതിന് മുൻപായിട്ട് ഈ ഒരു കാര്യത്തിനും കൂടെ ഉപയോഗിച്ചതിന് ശേഷം കളയാം. ഈ സെയിം തൊണ്ട് തന്നെ യൂസ് ചെയ്തിട്ട് നമ്മളുടെ ഒരു പൈപ്പും ഒക്കെ ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കാം. അങ്ങനെയാകുമ്പം ആ പൈപ്പിനും ഒക്കെ ഒരു ഷൈനിങ് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ആ പൈപ്പിലൊക്കെ കുറച്ച് നാൾ കൂടുമ്പോഴത്തേക്കിനും ഈ ഒരു നമ്മൾ ഈ വെള്ളത്തിൻ്റെ ഒരു ഹാർഡ്നെസ് കാരണം അതൊരു ഫെയ്ഡായിട്ടൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അത് ചെല്ലുമ്പോഴത്തേക്കിനും ഈ ഒരു പൈപ്പിന് കുറച്ചൊക്കെ അതിൻ്റെ ഒരു നോർമൽ ഷൈനിങ് ഒക്കെ തിരിച്ചു കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു നാരങ്ങ മാത്രമേ യൂസ് ചെയ്തുള്ളൂ. അത്രയും കഴിഞ്ഞപ്പോഴത്തേക്കിനും ആ ഒരു നേരത്തെ ഉണ്ടായിരുന്ന ഒരു എണ്ണയൊക്കെ അതിൽ നിന്ന് പോയിട്ടുണ്ട്. എന്നിട്ട് ഞാനൊന്ന് വൈപ്പ് ചെയ്തും കൂടി കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, പാത്രങ്ങൾ കഴുകി കഴിഞ്ഞാൽ വെക്കാനായിട്ട് സിങ്കിൻ്റെ അടുത്ത് ഒരു ഹോളുള്ള ഒരു ബേസിനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ട്രേ ഒക്കെ ഉണ്ടെങ്കിൽ ആ വെള്ളം അവിടെ നിൽക്കാതെ അത് അവിടെ നിന്ന് ഊർന്ന് ഈ ഒരു സിങ്കിലേക്ക് തന്നെ വീണോളുമെന്നും അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞില്ലേ. കഴുകിയ പാത്രങ്ങൾ നമുക്ക് ആ നനവോടുകൂടി തന്നെ കബോർഡിലേക്ക് വെക്കാനും പറ്റത്തില്ല. അങ്ങനെയുള്ള സമയങ്ങളിൽ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ നമ്മൾക്ക് ഒന്നെങ്കിൽ ഏതെങ്കിലും ഒരു കട്ടിയുള്ള ക്ലോത്ത് ഇട്ട് കൊടുക്കാം. ആ ക്ലോത്ത് ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ കഴുകിയ പാത്രങ്ങൾ വെക്കുകയാണെങ്കിൽ ഈ ക്ലോത്തിൽ ഈ വെള്ളം വലിഞ്ഞോളും. അതേപോലെ തന്നെ അത് താഴേക്ക് അങ്ങ് ഒഴുകി വീഴത്തില്ല. അപ്പോൾ നമുക്ക് ഒന്നെങ്കിലും നോർമൽ ക്ലോത്ത്സ് യൂസ് ചെയ്യാം, നല്ല കട്ടിയുള്ള കോട്ടൻ്റെ ഒക്കെ. അതല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു ഷീറ്റ് വാങ്ങാനായിട്ട് കിട്ടും കേട്ടോ. ഇപ്പം ഇത് ഒരുവിധം എല്ലായിടത്തും അവൈലബിൾ ആണ്. അപ്പോൾ ഇത് നമ്മൾ കഴുകിയതിന് ശേഷം ഉള്ള പാത്രങ്ങൾ, ചെറിയ ചെറിയ പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് വെക്കാം. ഇത് വെള്ളം അബ്സോർബ് ചെയ്യും. അപ്പോൾ നമ്മൾ ഈ പാത്രങ്ങളൊക്കെ ഉണങ്ങിയതിന് ശേഷം കബോർഡിൽ വെച്ചതിന് ശേഷം ഇതിനെ എടുത്തൊന്ന് ഉണക്കാനായിട്ട് അനുവദിക്കണം എന്നേ ഉള്ളൂ. ഇതേപോലെ ഒരു മാറ്റ് തന്നെ വാങ്ങണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഇപ്പോൾ ഈ ചെറിയ കുട്ടികളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ബ്ലാങ്കറ്റ്സ് ഇല്ലേ, ഞാൻ ഉദ്ദേശിച്ചത് വലിയ ബ്ലാങ്കറ്റ് അല്ല, ഈ ബേബീസിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു അവർക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ള ബ്ലാങ്കറ്റിന് ഒരു ഡിഫറെൻറ്റ് മെറ്റീരിയലാണല്ലോ. ആ മെറ്റീരിയൽ ഈ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അതാകുമ്പോൾ ഒട്ടും തന്നെ വെള്ളമൊന്നും താഴേക്ക് വരത്തില്ല, സേഫായിട്ടിരിക്കും. നമ്മൾക്ക് പാത്രം ഉണങ്ങുന്നത് വരെ ആ വെള്ളം അങ്ങ് അതിലേക്ക് അങ്ങ് ഇറ്റ് വീണോളും, താഴേക്ക് അത് ഊർന്ന് വീഴത്തുമില്ല കേട്ടോ. ഇനി കിച്ചണിൽ നമ്മൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു ക്ലീനിങ് ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ പലപ്പോഴും ഇലക്കറികളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഇലകളൊക്കെ വാങ്ങിക്കൊണ്ട് വരാറുണ്ടല്ലേ. അപ്പോൾ അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന വെള്ളത്തിൽ കുറച്ച് വിനെഗറും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് വിനെഗറും കൂടി ഇട്ടിട്ട് ഒരു 5-10 മിനിറ്റൊക്കെ അതിനവിടെ വെച്ചേക്ക്. അതിനുശേഷം മാത്രം നമുക്കിതിനെ ക്ലീൻ ചെയ്തെടുത്താലും മതി. അപ്പോൾ അത് കഴിഞ്ഞ് നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാനായിട്ട് പറ്റും, അതിൽ നമ്മൾ കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ലാത്ത കുറേ അഴുക്കും പൊടിയും പിന്നെ എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രാണികളുമൊക്കെ ആ വെള്ളത്തിലുണ്ടാവും. അപ്പോൾ ഇതുവരെയും ഇതേപോലെ ക്ലീൻ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈം ഇലകൾ വാങ്ങുമ്പോഴത്തേക്കിനും കുറച്ചൊരു വിനെഗർ സൊല്യൂഷനിൽ ഇതിനെ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും എന്നെ അറിയിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാനായിട്ട് ഞാനിവിടെ ആകാംക്ഷയോടെ കാത്തിരിക്കും. ഉടനെ തന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് സ്റ്റേ സേഫ്.